രാത്രി 11 മണി. ആകാശം മുഴുവൻ കറുത്ത മേഘങ്ങൾ നിറഞ്ഞിരുന്നു. ഇടിമിന്നൽ ആകാശം കീറി പായുന്നു. മഴ കനത്ത ശക്തിയിൽ പെയ്യാൻ തുടങ്ങി. ഒരു പഴയ പാലത്തിൻ്റെ അടിയിൽ തണുപ്പിൽ വിറച്ചു കിടക്കുകയായിരുന്നു ഒരു തെരുവുനായ. അവളുടെ പേര് ആർക്കും അറിയില്ല. എന്നാൽ ഗ്രാമത്തിലെ കുട്ടികൾ അവളെ സ്നേഹത്തോടെ മാളു എന്ന് വിളിക്കുമായിരുന്നു. മാളു ഒരിക്കലും ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ആരെങ്കിലും ഭക്ഷണം കൊടുത്താൽ നന്ദിയോടെ വാലാട്ടും. കിട്ടിയില്ലെങ്കിൽ നിശബ്ദമായി നടന്നു പോകും. പക്ഷേ ആ രാത്രി അവൾ ഒറ്റയ്ക്കായിരുന്നില്ല. അവളുടെ അരികിൽ 5 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 10 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ. അമ്മയുടെ ചൂടില്ലാതെ ഒരു നിമിഷം പോലും കഴിയാത്ത കുഞ്ഞുങ്ങൾ. മഴ ശക്തമായി. പാലത്തിൻ്റെ അടിയിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. മാളു കുഞ്ഞുങ്ങളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് കിടത്തി. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു അവളുടെ കണ്ണുകളിൽ. പിറ്റേന്ന് രാവിലെ മഴ അല്പം കുറഞ്ഞു. മാളു ഭക്ഷണം തേടി പുറപ്പെട്ടു. വിശന്ന കുഞ്ഞുങ്ങൾ കരഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ ഓരോ കടയുടെ മുന്നിൽ നിന്നും. ചിലർ കല്ലെറിഞ്ഞു, ചിലർ ആട്ടിയോടിച്ചു. എന്നാൽ ഒരു ചായക്കടക്കാരൻ പഴയ 2 ചപ്പാത്തി അവൾക്ക് കൊടുത്തു. അത് വായിൽ കടിച്ചു പിടിച്ച് അവൾ ഓടി, സ്വയം കഴിക്കാതെ നേരെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്. കുഞ്ഞുങ്ങൾ വിശപ്പോടെ അത് കഴിച്ചു. മാളു അവരെ നോക്കി സന്തോഷത്തോടെ വാലാട്ടി. അമ്മയുടെ വയർ വിശന്നിരുന്നെങ്കിലും അവളുടെ മനസ്സ് നിറഞ്ഞിരുന്നു. ദിവസങ്ങൾ കടന്നു. കുഞ്ഞുങ്ങൾ പതുക്കെ നടക്കാൻ തുടങ്ങി. ഓരോ ദിവസവും മാളു അവരെ റോഡ് മുറിച്ചു കിടക്കാൻ പഠിപ്പിച്ചു. വണ്ടി വന്നാൽ നിൽക്കണം. അവൾ തൻ്റെ പ്രവൃത്തിയിലൂടെ അവരെ പഠിപ്പിച്ചു. ഒരു ദിവസം ഒരു ചെറിയ കുഞ്ഞ് കളിച്ചുകൊണ്ട് റോഡിലേക്ക് ഓടി. അതേസമയം അമിത വേഗത്തിൽ ഒരു ലോറി വരികയായിരുന്നു. മാളു ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവൾ മിന്നൽ വേഗത്തിൽ ഓടി കുഞ്ഞിനെ തള്ളിമാറ്റി. ലോറി അവളുടെ ശരീരത്തിൽ ഇടിച്ചു. ഒരു വലിയ ശബ്ദം. ഗ്രാമക്കാർ ഓടിയെത്തി. മാളു റോഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ ആദ്യം അന്വേഷിച്ചത് സ്വന്തം കുഞ്ഞുങ്ങളെയായിരുന്നു. 5 പേരും സുരക്ഷിതരാണെന്ന് കണ്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു സമാധാനം നിറഞ്ഞു. വെള്ളം കൊണ്ടുവരൂ, വെറ്റിനറി ഡോക്ടറെ വിളിക്കൂ. ഗ്രാമക്കാർ പരിഭ്രാന്തരായി. ഡോക്ടർ എത്തി. പരിശോധിച്ച ശേഷം അദ്ദേഹം പതുക്കെ പറഞ്ഞു, പരിക്ക് വളരെ ഗുരുതരമാണ്. മാളു പതുക്കെ ശ്വാസം വലിച്ചു. കുഞ്ഞുങ്ങൾ അവളുടെ ശരീരത്തോട് ചേർന്ന് കരഞ്ഞു. അവൾ ഓരോ കുഞ്ഞിനെയും നോക്കി. അവസാനമായി ആകാശത്തേക്ക് ഒന്ന് നോക്കി പതുക്കെ കണ്ണുകളടച്ചു. അവളുടെ ശ്വാസം നിലച്ചു. ആ നിമിഷം മുഴുവൻ ഗ്രാമം നിശബ്ദമായി. പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. മാളുവിൻ്റെ മരണത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആ ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തിലെ 8 വയസ്സുകാരിയായ മീന മുന്നോട്ട് വന്നത്. അമ്മേ, ഇവരെ നമ്മൾ വളർത്താം. ആദ്യം അമ്മ മടിച്ചു. പിന്നീട് മാളു തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ജീവൻ നൽകിയ സംഭവം ഓർത്ത് സമ്മതിച്ചു. 5 കുഞ്ഞുങ്ങളും പുതിയ വീട്ടിലെത്തി. അവർക്ക് നല്ല ഭക്ഷണവും സുരക്ഷയും ലഭിച്ചു. എന്നാൽ എല്ലാ വൈകുന്നേരവും അവർ പാലത്തിനരികിലേക്ക് ഓടി വരും. അവരുടെ അമ്മ കിടന്നിരുന്ന സ്ഥലത്ത് നിശബ്ദമായിരിക്കും. അവർക്ക് അമ്മ തിരികെ വരില്ലെന്ന് അറിയില്ലായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ വളർന്നു. ഓരോരുത്തർക്കും പുതിയ വീടുകൾ ലഭിച്ചു. പക്ഷേ എല്ലാ വർഷവും മാളു മരിച്ച ദിവസത്തിൽ ഗ്രാമത്തിലെ കുട്ടികൾ ഒരുമിച്ച് ചേരും. അവർ തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകും. മീന പറയും, ഒരു അമ്മ സ്വന്തം കുഞ്ഞുങ്ങൾക്കായി എന്ത് ത്യാഗവും ചെയ്യും. ആ വാക്ക് കേൾക്കുമ്പോൾ പലരും മാളുവിനെ ഓർക്കും. വർഷങ്ങൾക്ക് ശേഷം ആ ഗ്രാമത്തിൽ പ്രവേശന കവാടത്തിൽ ഒരു ചെറിയ ബോർഡ് സ്ഥാപിച്ചു. അതിൽ എഴുതിയിരുന്നത്, ഈ ഗ്രാമം ഒരിക്കലും മറക്കില്ല സ്വന്തം ജീവൻ നൽകി 5 കുഞ്ഞുങ്ങളെ രക്ഷിച്ച അമ്മയായ മാളുവിനെ. അത് വായിക്കുന്നവർ ഒരു നിമിഷം നിൽക്കും. കാരണം സ്നേഹത്തിന് ഭാഷയില്ല. അത് മനുഷ്യൻ്റേതായാലും ഒരു അമ്മ നായയുടേതായാലും. ഒരു അമ്മയുടെ ഹൃദയം എപ്പോഴും ഒരുപോലെയാണ്. സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി അവൾ തൻ്റെ ജീവൻ പോലും ചിന്തിക്കില്ല. ഈ ഒരു കഥ ഓർമ്മപ്പെടുത്തലാണത്. തെരുവിൽ കാണുന്ന ഓരോ നായ്ക്കും ഒരു കഥയുണ്ട്. അവരിൽ പലരും അമ്മമാരാണ്. പലരും വിശപ്പിനോട് പോരാടുന്നവരാണ്. പലരും സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ജീവിതം മുഴുവൻ സമർപ്പിക്കുന്നവരാണ്. ഒരു നേരത്തെ ഭക്ഷണമോ ഒരു പാത്രം വെള്ളമോ ഒരു ചെറിയ കരുണയോ അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ മതിയാകും. അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല. അത് മനുഷ്യരിലോ മൃഗങ്ങളിലോ ഒരുപോലെയാണ്. അമ്മയുടെ ഹൃദയം അവസാന ശ്വാസം വരെ സ്വന്തം കുഞ്ഞുങ്ങൾക്കായി ഇടിച്ചുകൊണ്ടേയിരിക്കും. അവരെപ്പോഴും അങ്ങനെയാണ്.
അമ്മ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനിലായാലും ശരി, ആനിമൽസിലായാലും ശരി, അവർക്ക് അമ്മ എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കളെ സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ടേ എപ്പോഴും നോക്കുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പുറത്തുള്ള പെറ്റ്സുകൾക്ക് ഒരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് വയ്ക്കണ കുറച്ച് ചോറോ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ചാനലിൻ്റെ വിജയം. അടുത്ത വീഡിയോയിൽ ഇനി കാണാം.